ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു എണ്ണയില്ലാത്ത ഒരു പലഹാരം കണ്ടാലോ. അധികം ചേരുവകളൊന്നും വേണ്ട, 3 ചേരുവകൾ മാത്രം മതി ഇത് റെഡിയാക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ വറുത്ത റവ എടുത്തിട്ടുണ്ട്, അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കൂട്ടി ഡബിളാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു മിക്സിയുടെ ഒരു ജാറാണ്. ഒട്ടും തന്നെ ഈ മിക്സിയുടെ ജാറിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ റവ പെട്ടെന്ന് ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം. അതിലോട്ട് 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ റവ പൊടിഞ്ഞ് കിട്ടും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇത് മധുരമുള്ള പലഹാരത്തിൻ്റെ പേരിലാണ് ഈ പഞ്ചസാര ചേർത്തത്. അഥവാ നിങ്ങൾ എരിവുള്ള പലഹാരമാണെങ്കിൽ ഒരിക്കലും പഞ്ചസാര ചേർക്കണ്ട കേട്ടോ. അപ്പം നമുക്കിതൊന്ന് പൊടിച്ച് വരാം. അപ്പം അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇത്രയും മതി കേട്ടോ. ഒന്നും കൂടി മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് എത്രയാണോ റവ എടുത്തിട്ടുള്ളത് അത്ര തന്നെ പാലെടുക്കുക. ഇളം ചൂട് പാലെടുക്കാൻ ശ്രദ്ധിക്കുക. തണുത്ത പാലല്ല കേട്ടോ, കുറച്ച് ചൂടുണ്ടായിരിക്കണം. എന്നാൽ നല്ലോണം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അത് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴത്തേക്കും ആവശ്യമുള്ളത് 1/4 കപ്പ് ശർക്കരയുടെ പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്താം കേട്ടോ. ഇനി ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ഇത് ഇട്ട് കൊടുക്കണം. ഇതിൽ തന്നെ എത്രയാണ് ശർക്കര എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് കൂടുതൽ തേങ്ങ ചിരകിയതും ചേർത്തിട്ട് ഇതിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് രണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒട്ടും തന്നെ ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ശർക്കര അരിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം വരും. ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തീ ഒന്ന് ചെറുതാക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും, ശർക്കര അരിയത്തുമില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി റെസിപ്പി എൻ്റെ ചാനലുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, ഇഷ്ടപ്പെട്ടാൽ മാത്രം. അങ്ങനെ ഇപ്പോൾ ഈ ശർക്കര എല്ലാം മെൽറ്റായിരിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ അലിഞ്ഞിട്ട് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം. അതിന് മുന്നായിട്ട് ഞാൻ ഇച്ചിരി ജീരകത്തിൻ്റെ പൊടി, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്, അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഏലക്കയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അതവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ചൂടിൽ ഒന്നും കൂടി ശർക്കരയൊക്കെ മെൽറ്റായിട്ട് കിട്ടും. നമുക്ക് റവ എന്തായിരുന്നു തുറന്ന് നോക്കാം. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അത്രയും മതി. 1/4 ടീസ്പൂണും താഴെ, അതായത് ഒരു 2-3 നുള്ള് അത്രയും ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ മാത്രം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളവും കൂടി ഒഴിച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ശർക്കരയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ചെറിയ കുഞ്ഞ് ബോളില്ലേ അതുപോലെ ആക്കിയെടുക്കണം. ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ബോളായിട്ട് കിട്ടും. ഫുള്ളായിട്ട് ഇങ്ങനെ ബോളാക്കി മാറ്റാം. നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഉണ്ണിയപ്പ ചട്ടിയാണ്. അതിൽ ബ്രഷിലോട്ട് ഒരല്പം ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. അത്രയും മതി. ഇപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് തടവി കൊടുക്കുന്നുള്ളത്. അങ്ങനെ എല്ലായിടത്തും ആയതിന് ശേഷം നമുക്ക് നേരത്തെ കലക്കിയിട്ടുള്ള റവ കൂട്ടുണ്ടല്ലോ, 1 സ്പൂൺ വീതം നമുക്കിതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ അപ്പച്ചട്ടിൻ്റെ കുഴിക്കനുസരിച്ചിട്ടുള്ള മാവ് ഇതിലൊന്ന് ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഒരു 3/4 ഭാഗം വരെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഇതെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ബോളാക്കി മാറ്റിയിട്ടുള്ള ശർക്കരയുടെ ഉണ്ടല്ലോ അത് ഇതിന് മിഡിലായിട്ട് ഒന്നിങ്ങനെ ഒന്ന് വിരൽ കൊണ്ട് ഒന്ന് കൊത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി കവർ ചെയ്തെടുക്കാം ഇതേപോലെ. അങ്ങനെ എല്ലാത്തിലും ഇതേപോലത്തെ ഓരോ ബോൾ വീതം വെച്ച് കൊടുക്കാം. നല്ല ഹെൽത്തിയാണ്, വെറൈറ്റിയാണ്, എന്നാൽ ഓയിലൊട്ടും തന്നെ ഇല്ല. നല്ല ടേസ്റ്റാണ് ഇതൊക്കെ കഴിക്കാനായിട്ട്. അത് ഫുള്ളായിട്ട് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ട് വരാം. നമുക്ക് ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഞാനൊരു പാനിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഉണ്ണിയപ്പച്ചട്ടി ഇതിലോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇതിനെ
ഇനി സ്പൂൺ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതാ ഇളക്കി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അളവൊക്കെ ഡബിളാക്കി എടുത്താൽ നമുക്ക് ഇതിലും ഡബിളായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. കണ്ടല്ലോ, നല്ല പഫ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അപ്പോൾ കഴിക്കാനോ നിങ്ങൾക്കറിയാലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.